ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വോയേജ് അക്കൗണ്ട്സിൻ്റെ ഇല്ലുസ്ട്രേഷൻ 4 ആണ്. വോയേജ് ഇൻ പ്രോഗ്രസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു അഡീഷണൽ പ്രോബ്ലമാണിത്. ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇല്ലുസ്ട്രേഷൻ 4. MV Indian Glory, owned by the Hindustan Shipping Company Limited, is on the Mumbai-London Lines trade. Her daily standing charges fixed cost are rupees 45,000. ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ ഷിപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ആദ്യം തന്നെ കിട്ടും. MV ഇന്ത്യൻ ഗ്ലോറി എന്നുള്ളതാണ് ഷിപ്പിൻ്റെ പേര്. ഇത് ഓൺ ചെയ്തിരിക്കുന്ന കമ്പനിയുടെ പേര് ഹിന്ദുസ്ഥാൻ ഷിപ്പിംഗ് കമ്പനി ലിമിറ്റഡ് എന്നാണ്. നോർമലി അവർ കണ്ടക്ട് ചെയ്യുന്ന ട്രേഡ് നടത്തുന്ന ഒരു റൂട്ടും കൂടെ തന്നിട്ടുണ്ട്. മുംബൈ ടു ലണ്ടൻ ആണ് അവരുടെ നോർമൽ ട്രേഡൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഷിപ്പിൻ്റെ ഒരു ഡെയിലി സ്റ്റാൻഡിങ് ചാർജസ് അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് എത്രയാണെന്നും കൂടെ പറയുന്നുണ്ട്. ഹെർ ഡെയിലി സ്റ്റാൻഡിങ് ചാർജസ് ഓർ ഫിക്സഡ് കോസ്റ്റ് ആർ rupees 45,000. എന്താ 45,000 എന്ന് ഉദ്ദേശിക്കുന്നത്? പെർ ഡേയിൽ ഒരു ദിവസത്തെ ഫിക്സഡ് കോസ്റ്റ് ആണ്, അല്ലെ സ്റ്റാൻഡിങ് ചാർജസ് ആണ് ഷിപ്പിൻ്റെ 45,000. അപ്പോൾ പെർ ഡേ തരുന്നത് കൊണ്ട് തന്നെ, ഒരു ദിവസത്തെ ചാർജ് തരുന്നത് കൊണ്ട് തന്നെ ടോട്ടൽ എത്ര ദിവസത്തേനുള്ള സെയിലാണ് അല്ലെങ്കിൽ ഈ ഒരു റൂട്ടാണ് വോയേജാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതിന് പ്രസക്തിയുണ്ട്. അതിനനുസരിച്ച് ഇൻറ്റു എത്ര നമ്പർ ഓഫ് ഡേയ്സ് വരുമോ അതിനനുസരിച്ച് നമുക്ക് ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസ് അല്ല ഫിക്സഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അടുത്ത സെൻറ്റൻസിൽ പറയുന്നത്, in the period between 1st July and 31st December 2019, the ship had finished one round voyage to London, and on the date when the books of accounts of the company were closed at the end of the year, the vessel was on her way to London, having sailed out of Mumbai after midnight of 21st December. Loading for London commenced on 1st December 2019. അടുത്ത സെൻറ്റൻസിൽ മെയിനായിട്ട് പറയുന്ന കാര്യം എന്താണ്? ഈ ഒരു പർട്ടിക്കുലർ വോയേജ് എത്ര നാളത്തേനാണ്, ഏത് ടൈമിലേക്കാണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ അവിടെ ക്ലിയർ ആണ്. 1st ജൂലൈ മുതൽ 31st ഡിസംബർ വരെയുള്ള ഒരു 6 മന്ത്സിലേക്കുള്ള ഒരു വോയേജാണ് നമുക്ക്, അല്ലെങ്കിൽ ഒരു അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വോയേജ് അക്കൗണ്ടാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. ഇത് ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേച്ചർ ഓഫ് ജേർണി അല്ലെ വോയേജിൻ്റെ ഏത് ടൈപ്പാണെന്നൂടെ ഈ ഒരു സെൻറ്റൻസിൽ ക്ലിയർ ആണ്. ദ ഷിപ്പ് ഹാഡ് ഫിനിഷ്ഡ് വൺ റൗണ്ട് വോയേജ് ടു ലണ്ടൻ. ലണ്ടനിലേക്കുള്ള ഒരു റൗണ്ട് വോയേജ് കംപ്ലീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്, അല്ലേ? മുംബൈ ടു ലണ്ടൻ ആണ്. അപ്പോൾ എങ്ങനെയാണ് വൺ റൗണ്ട് ട്രിപ്പ് എന്ന് പറയുന്നത്, അല്ലെ ഒരു വോയേജ് കംപ്ലീറ്റ് ചെയ്തു എന്ന് എങ്ങനെ പറയാം? ഒരു ഔട്ട്വേർഡ് ജേർണിയും റിട്ടേൺ ജേർണിയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മുംബൈ ടു ലണ്ടൻ, ലണ്ടൻ ടു മുംബൈ എന്ന് പറയുന്ന മുംബൈ ടു ലണ്ടൻ, ലണ്ടൻ ടു മുംബൈ എന്ന് പറയുന്ന ഒരു വോയേജ് കംപ്ലീറ്റഡ് ആണ്. മുംബൈ ടു ലണ്ടൻ എന്താണ്? ഒരു ഔട്ട്വേർഡ് ജേർണിയാണ്. അതേപോലെ ലണ്ടൻ ടു മുംബൈ എന്ന് പറയുന്ന ഒരു ഇൻവേർഡ് ജേർണിയും കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ പറയുന്ന ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ദ ഷിപ്പ് ഹാഡ് ഫിനിഷ്ഡ് വൺ റൗണ്ട് വോയേജ് ടു ലണ്ടൻ, ലണ്ടനിലേക്കുള്ള ഒരു റൗണ്ട് വോയേജ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ മുംബൈ ടു ലണ്ടൻ, ലണ്ടൻ ടു മുംബൈ എന്നുള്ള ഒരു റൗണ്ട് വോയേജ് കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്ത ടൈമിൽ വെസലിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്? ദ വെസൽ വാസ് ഓൺ ഹെർ വേ ടു ലണ്ടൻ, ലണ്ടനിലേക്കുള്ള ആ ഒരു തിരിച്ചുള്ള ഒരു സിംഗിൾ വേ എന്ന് പറയുന്ന ഒരു ജേർണിയിലായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലായിരുന്നു. അപ്പോൾ അൺഫിനിഷ്ഡ് വോയേജ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് വോയേജ് എന്ന് പറയുന്നത് മുംബൈ ടു ലണ്ടൻ എന്നുള്ള ഒരു അൺഫിനിഷ്ഡ് വോയേജും കൂടെ വരുന്ന ഒരു കേസാണ്. അപ്പോൾ വൺ റൗണ്ട് ട്രിപ്പ് ആൻഡ് സിംഗിൾ വേ വരുന്ന കേസാണ്. ആ സിംഗിൾ വേ ഇൻകംപ്ലീറ്റ് ആവുന്ന ഒരു കേസാണിത്. ഹാവിങ് സെയിൽഡ് ഔട്ട് ഓഫ് മുംബൈ ആഫ്റ്റർ മിഡ് നൈറ്റ് ഓഫ് 21st ഡിസംബർ. അപ്പോൾ ആ ഒരു അൺഫിനിഷ്ഡ് വോയേജിൻ്റെ കേസിൽ മുംബൈ ടു ലണ്ടനിലേക്കുള്ള ആ ഒരു ട്രേഡുമായിട്ട് ആ ഒരു ജേർണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മുംബൈയിൽ നിന്ന് സെയിൽഡ് ഔട്ട് ചെയ്തിരിക്കുന്നത് ആഫ്റ്റർ മിഡ് നൈറ്റ് ഓഫ് 21st ഡിസംബർ. 21st ഡിസംബർ ഇവിടെ കഴിഞ്ഞിട്ടാണ്. അതായത് 22 മുതൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. പിന്നെ ഈ ഒരു ലാസ്റ്റ് അൺഫിനിഷ്ഡ് വോയേജിന് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് വോയേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലോഡിങ് സ്റ്റാർട്ട് ചെയ്ത് എന്നാന്നൂടെ പറയുന്നുണ്ട്. ലോഡിങ് ഫോർ ലണ്ടൻ എന്ന് ഉദ്ദേശിക്കുന്ന ലാസ്റ്റ് അൺഫിനിഷ്ഡ് വോയേജ്, ആ വൺ റൗണ്ട് ട്രിപ്പ് ആൻഡ് സിംഗിൾ വേ ആണല്ലോ ഇൻകംപ്ലീറ്റ്. ആ സിംഗിൾ വേയുടെ കാര്യമാണ് പറയുന്നത്. മുംബൈ ടു ലണ്ടൻ എന്നുള്ള ആ ലാസ്റ്റ് സിംഗിൾ വേയിൽ അതിനുവേണ്ടി ആ ലണ്ടനിലേക്കുള്ള ലോഡിങ് സ്റ്റാർട്ട് ചെയ്തത് ഡിസംബർ 1 പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ന് വരെയാണ്? 1st ജൂലൈ ടു 31st ഡിസംബർ ആണ്. ആ ലാസ്റ്റ് 1 മന്താണ് ഇൻകംപ്ലീറ്റ് വോയേജ് അല്ലെ വോയേജ് ഇൻ പ്രോഗ്രസ് എന്നും കൂടെ നമുക്കിവിടെ ക്ലിയർ ആകും. അതായത് ജൂലൈ മുതൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ ജൂലൈ ടു ഡിസംബറിലേക്കാണ് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ വോയേജ്. ടോട്ടൽ ഒരു 6 മന്ത്സിലേക്കാണെങ്കിൽ ഈ ലാസ്റ്റ് ഡിസംബർ മാത്രമാണ് ഏത് പീരീഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്? ഈ ലാസ്റ്റ് 1 മന്ത് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? വോയേജ് ഇൻ പ്രോഗ്രസിൻ്റെ ടൈമാണ്. വോയേജ് ഇൻ പ്രോഗ്രസ് വരുന്ന ആ ഒരു ഡേയ്സുമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടതാണ് ഡിസംബർ മന്ത് ഫുള്ള്. കാരണം 1st ഡിസംബർ
1 ഡിസംബർ 2019 തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ലോഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ സിംഗിൾ വേയുടെ കേസിൽ മുംബൈ ടു ലണ്ടൻ എന്നുള്ള അൺഫിനിഷ്ഡ് വോയേജിന് വേണ്ടിയുള്ള ലോഡിംഗ് 1 ഡിസംബറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് 21 ഡിസംബർ വരെ എന്ത് തന്നെയാണ്, ലോഡിംഗ് ആണ്, അല്ലെ പോർട്ടിൽ സ്റ്റേ ചെയ്യുവാണ് എന്നുള്ള മീനിങ് ആണ് പറയുന്നത്. 21 ഡേയ്സ് സ്റ്റേ ഇൻ പോർട്ടാണ്, ഷിപ്പ് പോർട്ടിൽ തന്നെ സ്റ്റേ ചെയ്യുവാണ് ലോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയോ. എന്നിട്ട് ആഫ്റ്റർ മിഡ് നൈറ്റ് ഓഫ് 21 ഡിസംബർ എന്ത് സംഭവിക്കുന്നു, പിന്നീട് സെയിലിംഗ് നടക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള 21 ഡേയ്സ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 10 ഡേയ്സ് അല്ലെങ്കിൽ 22 മുതൽ 31 ഡേയ്സ് 31 എന്ന് പറയുന്ന ഡേറ്റ് വരെയുള്ള 10 ഡേയ്സ് സെയിലിംഗ് ഡേയ്സ് ആണ്. എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്, വോയേജ് ഇൻ പ്രോഗ്രസിൻ്റെ മാത്രം കാര്യമാണ് പറഞ്ഞത്. അപ്പം നമുക്ക് വോയേജ് ഇൻ പ്രോഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിലും കൂടെ ഈ ഒരു സെൻറ്റൻസിൽ നിന്ന് ആ ഒരു ടൈമും കൂടെ ഇതിൽ നിന്ന് ക്ലിയർ ആണ്. ലാസ്റ്റ് ലോഡിംഗ് ഫോർ ലണ്ടൻ കമൻസ്ഡ് ഓൺ 1 ഡിസംബർ 2019. 21 ഡിസംബറിന് ആഫ്റ്റർ മിഡ് നൈറ്റ് ഓഫ് 21 ഡിസംബർ എന്ത് ചെയ്തു, സെയിൽഡ് ഔട്ട് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽ വെച്ച് ലാസ്റ്റ് 1 മന്തായിട്ടുള്ള ലാസ്റ്റ് 1 മന്തായ ഡിസംബർ മന്താണ് വോയേജ് ഇൻ പ്രോഗ്രസ്, ഇൻകംപ്ലീറ്റ് വോയേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുകൂടെ ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇത്രയും പറഞ്ഞത് വെച്ച് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ നമുക്കൊന്നും കൂടെ ഒന്ന് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. എന്തൊക്കെയാണ് ഈ ഒരു ടോട്ടൽ പീരീഡ് എന്ന് മുതൽ എന്ന് വരെയുള്ള ജേണിയാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. 1 ജൂലൈ മുതൽ 31 ഡിസംബർ വരെയാണ്. അപ്പോൾ ടോട്ടൽ എത്ര ഡേയ്സ് ഉണ്ട്, 31 ഡിസംബർ വരെ ടോട്ടൽ എത്ര ഡേയ്സ് ഉണ്ടെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു പെർ ഡേ സ്റ്റാൻഡിങ് ചാർജസ് ഒക്കെ എത്രയാണ്, 45,000 റുപ്പീസ് പെർ ഡേ സ്റ്റാൻഡിങ് ചാർജസ് ആണെന്നൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പോൾ എത്ര നമ്പർ ഓഫ് ഡേയ്സ് ആണ് ടോട്ടൽ ഈ ഒരു വോയേജിൻ്റെ എന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു പെർ ഡേയുടെ സ്റ്റാൻഡിങ് ചാർജുമായിട്ടൊക്കെ അതിനെ കൺവേർട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടുപിടിക്കാം, ബാക്കി ക്വസ്റ്റിനും കൂടെ ഒന്ന് ഫുള്ള് ഡിസ്കസ് ചെയ്തിട്ട്. നെക്സ്റ്റ്, ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് പ്രിപ്പയർ വോയേജ് അക്കൗണ്ട്. അപ്പോൾ വോയേജ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള അഡീഷണൽ ഇൻഫർമേഷൻ എല്ലാം തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹെഡ് പറഞ്ഞിരിക്കുന്നത് ഫ്രൈറ്റ് നമുക്ക് മെയിനായിട്ടുള്ള ഇൻകമാണ്. അവിടെ ആ ഒരു ഹെഡ് വൈസ് വായിച്ചാൽ മനസ്സിലാവും നമ്മുടെ ഈ കംപ്ലീറ്റ് വോയേജ് എന്ന് പറയുന്ന ഒരു ഹെഡാണ് എ എന്നും പറഞ്ഞ് തന്നിരിക്കുന്നത്. എ കംപ്ലീറ്റ് വോയേജ്, ബി എന്നും പറഞ്ഞ് ഇൻകംപ്ലീറ്റ് വോയേജ് അല്ലെ അൺഫിനിഷ്ഡ് വോയേജിൻ്റെ ഡീറ്റെയിലും തരുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് വോയേജ് എന്ന് പറഞ്ഞാൽ എവിടെ മുതൽ എവിടെ വരെയുള്ള, മുംബൈ ടു ലണ്ടൻ, ലണ്ടൻ ടു മുംബൈ എന്നുള്ള ആ കംപ്ലീറ്റ് വോയേജ്, ഒരു ഔട്ട്വേർഡ് ജേർണിയും റിട്ടേൺ ജേർണിയും ചേരുന്ന കംപ്ലീറ്റ് വോയേജിൻ്റെ ഡീറ്റെയിലാണ് ഫസ്റ്റ് തന്നിരിക്കുന്നത്, എ എന്നുള്ള ഹെഡിൽ തന്നിരിക്കുന്നത്. അൺഫിനിഷ്ഡ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് വോയേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിലാണ് ബിയിൽ തന്നിരിക്കുന്നത്. അപ്പോൾ എത്രയാണ് ഫ്രൈറ്റ് കമ്പനിക്ക് കിട്ടിയത്, ഷിപ്പിംഗ് കമ്പനിക്ക് കിട്ടിയതെന്നുള്ള കാര്യം അവിടെ പറയുന്നുണ്ട്. കംപ്ലീറ്റ് വോയേജിൻ്റെ ഡീറ്റെയിൽ എന്താ, ഫസ്റ്റ് മുംബൈ ടു ലണ്ടൻ ഫസ്റ്റ് പറയുന്നത് 20,000 tons ഓഫ് ടെക്സ്റ്റൈൽസ് അറ്റ് ₹280 per ton. അപ്പോൾ ടെക്സ്റ്റൈലാണ്, ഒരു 20,000 tonsൻ്റെ ടെക്സ്റ്റൈലാണ് ലോഡ് ചെയ്തത്. എവിടെ നിന്ന്, മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്ക് ലോഡ് ചെയ്തത്. പെർ ടണ്ണിന് 280 ആണ് ഫ്രൈറ്റ് ചാർജ് ചെയ്തത്. അടുത്തത് 10,000 tons കൊപ്ര അറ്റ് $340 per ton. 340 റുപ്പീസിനാണ് പെർ ടൺ, 340 റുപ്പീസിനാണ് 10,000 tonsൻ്റെ കൊപ്ര എവിടെ നിന്ന്, മുംബൈ ടു ലണ്ടനിലേക്ക് ലോഡ് ചെയ്തിരിക്കുന്നത്. അടുത്തതോ ഒരു കാര്യം കൂടെ അതിൻ്റെ കൂടെ പറയുന്നു, ഓൺ ടെക്സ്റ്റൈൽസ്. ഇപ്പോൾ പറഞ്ഞ ടെക്സ്റ്റൈൽസിൻ്റെ കേസിൽ ഒരു സർചാർജ് 10% കൂടി റിക്കവർ ചെയ്യാനായിട്ട് കമ്പനിക്ക് പറ്റിയിട്ടുണ്ട്. അതായത് എന്താ, സർചാർജ് ഓൺ ഫ്രൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, പ്രൈമേജ് ആണ് അല്ലേ. അപ്പോൾ പ്രൈമേജ് ആണ് 10% ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഏതിന് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി, ഓൺ ടെക്സ്റ്റൈൽസിന് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതായത് ഈ 20,000 tons ടെക്സ്റ്റൈൽസ് അറ്റ് ₹280 per ton എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റിന് മാത്രം ഈ 10% പ്രൈമേജ് അല്ലെങ്കിൽ ഈ സർചാർജ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ 20,000 tons ടെക്സ്റ്റൈൽസിന് ഫ്രൈറ്റ് മാത്രമല്ല, ₹280 per ടണ്ണിന് ഫ്രൈറ്റ് മാത്രമല്ല, ആ 280യുടെ 10% ആയിട്ട് വരുന്ന 28 റുപ്പീസിന് ഈ 20,000 tons × 28 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന എമൗണ്ട് പ്രൈമേജ് ആയിട്ടൂടെ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുമിച്ച് 280 എന്ന് പറയുന്നത് ഫ്രൈറ്റ്, 280യുടെ 10% ആയിട്ട് വരുന്ന എമൗണ്ട് എത്ര, 28. അപ്പോൾ 280 പ്ലസ് 10% എത്ര വരുന്നു, 28. ടോട്ടൽ എത്ര വന്നു, 308 എന്ന് പറയുന്ന ആ ഒരു റുപ്പീസിന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു എമൗണ്ടിന് 308 എന്ന് പറയുന്നതാണ് ടോട്ടൽ ഫ്രൈറ്റ് ആയിട്ട് ടെക്സ്റ്റൈലിൻ്റെ കേസിൽ എടുക്കേണ്ടത്. ഫ്രൈറ്റ് പ്ലസ് പ്രൈമേജ് എടുക്കുകയാണെങ്കിൽ 308 രൂപയ്ക്കായിരിക്കണം ഈ ടെക്സ്റ്റൈൽസിൻ്റെ 20,000 tonsൻ്റേത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്വേർഡ് ജേർണിയുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അതുപോലെ അടുത്ത എന്താണ്, ലണ്ടൻ ടു മുംബൈ ഇൻവേർഡ് ജേർണി ഉണ്ട് അല്ലേ. അവിടെ 32,000 tons ഓഫ് യൂറിയ അറ്റ് ₹300 per ton. പെർ ടണ്ണിന് 300 രൂപയ്ക്ക് യൂറിയയാണ് എന്ത് ചെയ്തത്, ലണ്ടനിൽ നിന്ന് ലോഡ് ചെയ്ത് മുംബൈയിലേക്ക് ലോഡ് ചെയ്തിരിക്കുന്നത്. അതിന് ചാർജ് ചെയ്യുന്ന ഫ്രൈറ്റിൻ്റെ എമൗണ്ട് ആണ് 300 per ton. ഇനി ലാസ്റ്റ് അൺഫിനിഷ്ഡ് വോയേജ് എന്ന് പറയുന്ന നമ്മുടെ ബി എന്ന് പറയുന്ന ഇൻകംപ്ലീറ്റ് വോയേജിൻ്റെ ഡീറ്റെയിൽ ആണ്. അപ്പോൾ അവിടെ എന്താണ്,
ഇവിടെ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ വേണമെങ്കിൽ ഡീറ്റെയിൽ അൺഫിനിഷ്ഡ് വോയേജിൻ്റെ ആ റൂട്ട് എവിടെ നിന്ന് എങ്ങോട്ടാണെന്നൂടെ നമുക്കൊന്ന് ഒരു സിംഗിൾ വേ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും. ഫസ്റ്റ് മുംബൈ ടു ലണ്ടൻ, ലണ്ടൻ ടു മുംബൈ നമ്മുടെ കംപ്ലീറ്റ് വോയേജ് കഴിഞ്ഞു. വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു സിംഗിൾ വേയുടെ എന്ന് പറഞ്ഞാൽ എന്താണ്, മുംബൈ ടു വീണ്ടും മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്കുള്ള അൺഫിനിഷ്ഡ് വോയേജിൻ്റെ ഡീറ്റെയിൽ ആണ് ബി എന്ന് പറയുന്ന പോയിന്റിൽ പറയുന്നത്. അൺഫിനിഷ്ഡ് വോയേജ്, അപ്പോൾ മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്കുള്ള അൺഫിനിഷ്ഡ് വോയേജിൻ്റെ ഡീറ്റെയിൽ എന്താ പറയുന്നത്, 30,000 tons of general cargo at ₹240 per ton plus a surcharge of 15%. അപ്പോൾ ഇവിടെ ഈ 240 rupees-നാണ് പെർ ടണ്ണിന് ജനറൽ കാർഗോ 30,000 ടണ്ണ് ലോഡ് ചെയ്യുന്നത്. അത് ഈ 240 മാത്രമല്ല, ഫ്രൈറ്റ് ചാർജ് 240 മാത്രമല്ല, ആ ഫ്രൈറ്റിന് ഒരു 15% പ്രൈമേജ് കൂടെ വരുന്നുണ്ട്. അതിൻ്റെ മീനിങ് എന്താ, 240 ഫ്രൈറ്റ് ചാർജ് ഉണ്ടെങ്കിൽ ആ 240യുടെ 15% എത്ര വരും, 240യുടെ 15%. 240 എന്ന് പറയുന്നത് ഫ്രൈറ്റും 240യുടെ 15% ആയിട്ട് വരുന്ന 36 പ്രൈമേജൂടെ ചേർത്ത് വേണമെങ്കിൽ ടോട്ടൽ 276-നാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഫ്രൈറ്റ് ഈ ഒരു ജനറൽ കാർഗോയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ക്ലിയർ ആണ്. താഴോട്ട് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും. ഈ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ലണ്ടൻ ടു മുംബൈയിലേക്ക് യൂറിയ 32,000 ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞ ഡീറ്റെയിലും ഈ വീണ്ടും സിംഗിൾ വേയുടെ കേസ് മുംബൈ ടു ലണ്ടൻ പറഞ്ഞ ജനറൽ കാർഗോ എന്ന് പറയുന്ന ഐറ്റവും സെയിം തന്നെയാണ്, സിമിലർ തന്നെയാണെന്ന് താഴോട്ട് ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും കേട്ടോ. അപ്പോൾ അതായത് നമ്മളിവിടെ പറഞ്ഞ എന്താണ്, ഇവിടെ ജനറൽ കാർഗോ എന്ന് മീൻ ചെയ്യുന്ന ഐറ്റം, തൊട്ട് മുകളിൽ യൂറിയ എന്ന് പറഞ്ഞ ഐറ്റം നമ്മളിവിടെ കോമൺ ആയിട്ടാണ് ഒരൊറ്റ ഹെഡായിട്ട് തന്നെയാണ് താഴോട്ട് എടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ മെയിൻ ഇൻകം ആണല്ലോ, ഫ്രൈറ്റിൻ്റെ ഡീറ്റെയിൽ അല്ലേ. ഫ്രൈറ്റിൻ്റെ ഡീറ്റെയിൽ കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഹെഡിൽ പറയുന്നത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിൽ എന്തൊക്കെ ഐറ്റംസാണ് ഫസ്റ്റ് പറയുന്നത്, ഒന്ന് സ്റ്റീവ്ഡോറിങ് എക്സ്പെൻസ്, ലോഡിങ് ആൻഡ് അൺലോഡിങ് ചാർജസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് 2 പോയിന്റ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് ₹20 per ton അറ്റ് മുംബൈ ഫോർ ജനറൽ കാർഗോ. അപ്പോൾ ജനറൽ കാർഗോയ്ക്കല്ല മുംബൈയിൽ ലോഡ് ചെയ്യുന്നതിന് എത്രയാണ്, 20 per ton ആണ് ചാർജ് ചെയ്യേണ്ടത്. ആൻഡ് 25 per ton ഫോർ ടെക്സ്റ്റൈൽസ് ആൻഡ് കൊപ്ര. അപ്പോൾ മുംബൈയിൽ തന്നെ ടെക്സ്റ്റൈൽസിനും കൊപ്രയ്ക്കും 25 rupees വെച്ച് ചാർജ് ചെയ്യണം. ജനറൽ കാർഗോയ്ക്ക് എത്ര ചാർജ് ചെയ്യണം, 20 ചാർജ് ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് മുകളിൽ യൂറിയ എന്ന് പറഞ്ഞിരിക്കുന്നതും ഏത് കൂട്ടത്തിൽ തന്നെ എടുത്താൽ മതി, ജനറൽ കാർഗോയുടെ കാറ്റഗറിയിൽ എടുത്താൽ മതി എന്ന് പറഞ്ഞതിന് കാരണം ഇവിടെ പ്രത്യേകിച്ച് യൂറിയയെ പറ്റി ഇനി താഴോട്ട് ഒരു ഹെഡ് പറയുന്നില്ല. അപ്പോൾ ജനറൽ കാർഗോയുടെ അണ്ടറിലാണ് യൂറിയം വരുന്നത് എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അടുത്ത ഐറ്റം എന്താ പറഞ്ഞാൽ, അറ്റ് ലണ്ടൻ എ യൂണിഫോം റേറ്റ് ഓഫ് UK pound 1 per ton എന്നാണ് പറയുന്നത്. 1 pound per ton എന്നാണ് തന്നിരിക്കുന്നത്. ലണ്ടനിൽ ഒരു 1 pound-നാണ് പെർ ടണ്ണിന് എന്ത് ചെയ്യുന്നത്, ലോഡിംഗ് ആണെങ്കിലും അൺലോഡിംഗ് ആണെങ്കിലും യൂണിഫോം റേറ്റിലാണ് ചാർജ് ചെയ്യുന്നത്. യൂണിഫോം റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ലോഡിങ്ങിനും അൺലോഡിങ്ങിനും സെയിം റേറ്റ് തന്നെയാണ്. പക്ഷേ തെറ്റിപ്പോകരുത്, ഇവിടെ നമുക്ക് ₹1 അല്ല തന്നിരിക്കുന്നത്, 1 pound ആണ് തന്നിരിക്കുന്നത്. UK പൗണ്ട് സ്റ്റെർലിംഗ് എന്ന് പറയുന്ന കറൻസിയിലാണ് ഇതിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കൺവേർട്ട് ചെയ്ത് പെട്ടെന്ന് എടുക്കരുത്. കൺവേർഷൻ റേറ്റ് എങ്ങനെ എടുക്കണം എന്നുള്ളത് നമ്മുടെ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും പാർട്ടിൽ തന്നിട്ടുണ്ടാകും. ആ ഒരു കൺവേർഷൻ റേറ്റ് അനുസരിച്ച് ഈ ഒരു കൺവേർഷൻ നടത്തി തന്നെ നമ്മൾ എമൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ എന്താണ്, 1 pound per ton എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ലണ്ടനിലെ യൂണിഫോം റേറ്റ് ലോഡിങ് ആൻഡ് അൺലോഡിങ്ങിന് 1 pound ആണ്. അപ്പം കറക്റ്റായിട്ട് ഇപ്പോഴത്തെ ഒരു റേറ്റ് വെച്ച് കൺവേർഷൻ റേറ്റ് വെച്ച് പറഞ്ഞാൽ ഒരു നിയർ 105 ഒരു 105 അല്ലെങ്കിൽ 104.8 സംതിങ് വരുന്ന വാല്യൂ ഉണ്ട് എങ്കിൽ പോലും നമ്മൾ അങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ശരിക്കും കൺവേർഷൻ റേറ്റ് എത്രയാണെന്നൊന്നും ആലോചിക്കേണ്ട. നമ്മുടെ ക്വസ്റ്റ്യനിൽ എങ്ങനെ കൺവേർട്ട് ചെയ്യാനാണോ നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് അത് മാത്രം ചെയ്താൽ മതിയാവും. ലാസ്റ്റ് സെൻറ്റൻസിൽ എങ്ങനെയാണ് കൺവേർഷൻ റേറ്റ് എടുക്കേണ്ടതെന്ന് ക്വസ്റ്റ്യൻ്റെ ഏറ്റവും ലാസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കൺവേർഷൻ റേറ്റ് പെർ 1 pound could be assumed at ₹20. 20 രൂപയായിട്ടാണ് ഒരു പൗണ്ടിനെ 20 രൂപയായിട്ട് അസ്യൂം ചെയ്യാനായിട്ടാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ പൗണ്ട് പറയുന്നിടത്തല്ല 1 pound എന്നുള്ളത് 20 rupees ആയിട്ട് കൺവേർട്ട് ചെയ്ത് എടുത്താൽ മതി. അടുത്തത് പറയുന്നത് ഫ്യൂവൽ കൺസംഷനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ സ്റ്റീവ്ഡോറിങ് ചാർജസ് പറഞ്ഞു. അടുത്തത് ഫ്യൂവൽ കൺസംഷൻ. ഫ്യൂവൽ കൺസ്യൂം ചെയ്യുന്നത് സെയിലിംഗ് ഡേയ്സിലും പോർട്ടിൽ സ്റ്റേ ചെയ്യുന്ന ഡേയ്സിലും രണ്ട് രീതിയിലാണ്. നമ്മൾ നേരത്തെ ഇതുപോലെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുള്ളതാണ്. സെക്കൻഡ് പ്രോബ്ലം ഇല്ലുസ്ട്രേഷൻ 2 ചെയ്താണ്. അതുപോലെ തന്നെ ഇവിടെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സെയിലിംഗ് ഡേയ്സ് എത്രയുണ്ടെന്നുള്ളത് ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. അപ്പം ഫ്യൂവൽ ഓയിൽ 30 tons ആണ് സെയിലിംഗ് ഡേയ്സിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഡീസലിൻ്റെ കേസിൽ 5 ton ആണ് സെയിലിംഗ് ഡേയ്സിൽ യൂസ് ചെയ്യുന്നത്. എന്നാൽ പോർട്ടിൽ വരുമ്പോൾ അതിൽ വ്യത്യാസമുണ്ട്. ഫ്യൂവൽ 10 tons
പെർ ഡേ പോർട്ടിൽ യൂസ് ചെയ്യുന്നു. അതുപോലെ 5 tons ഓഫ് ഡീസൽ പെർ ഡേയും യൂസ് ചെയ്യുന്നു. ഏത് കേസിൽ? പോർട്ടിൽ സ്റ്റേ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ സെയിലിംഗ് ഡേയ്സിന് വേറെ, പോർട്ട് ഡേയ്സിൽ പോർട്ടിൽ സ്റ്റേ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ക്വാണ്ടിറ്റി അല്ലെ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ അളവ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ ഫ്യൂവൽ കൺസംഷൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ. ഇനി പെർ ടണ്ണിന് എത്രയാണ്, ഫ്യൂവലിന് എത്ര വരും? പെർ ടണ്ണിന് 1400 റുപ്പീസും ഡീസലിന് 2500 പെർ ടണ്ണുമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ജസ്റ്റ് കൺവേർട്ട് ചെയ്ത് നമുക്ക് 30 tons വരുമ്പോൾ എത്ര വരും, 5 tonsന് എത്ര, 10 tonsന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് വേണ്ട ഒരു കാര്യം സെയിലിംഗ് ഡേയ്സ് എത്രയാണ്, പോർട്ടിൽ എത്ര ഡേയ്സ് സ്റ്റേ ചെയ്യുന്നതുകൂടെ വേണം. കാരണം ഇത് പെർ ഡേയുടെ ആണല്ലോ. 1 ഡേയുടെ മാത്രം കൺവേർട്ട് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് 30 ഇൻറ്റു, അപ്പോൾ 30 tons ഫ്യൂവൽ ഓയിലാണ് നമുക്ക് വേണ്ടതെന്ന് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. 30 tons ഫ്യൂവൽ ഓയിലാണ് സെയിലിംഗ് ഡേയ്സിൽ വേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞ് ഫ്യൂവൽ ഓയിലിന് 1400 ആണ് റേറ്റ് എന്നും പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഈ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു പോയിൻറ്റിനെ ബേസ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ 30 ഇൻറ്റു 30 tons ഫ്യൂവൽ ഓയിൽ വേണം പെർ ഡേയിൽ. ഫ്യൂവൽ ഓയിലിന് പെർ ടണ്ണിന് 1400 ആണെന്ന് പറയുന്നു. 1400 ഇൻറ്റു 30 ചെയ്യുമ്പോൾ എത്ര വരും? 14 ഇൻറ്റു 3 42 വരും. ബാക്കി 42,000 വരും അല്ലേ. 42,000 ആണ് പെർ ഡേയിൽ. എന്തിന് മാത്രം? പെർ ഡേയിൽ സെയിലിംഗ് ഡേയ്സിൽ വരുന്ന ഫ്യൂവൽ ഓയിലിൻ്റെ മാത്രം എക്സ്പെൻസ്. അങ്ങനെ ഓരോന്നിൻ്റെ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. നമുക്ക് വർക്കിംഗ് നോട്ട് എഴുതി സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സെയിലിംഗ് ഡേയ്സും പോർട്ട് ഡേയ്സും ഒക്കെ നമുക്ക് താഴോട്ട് ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ച് കഴിയുമ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു ക്ലാരിറ്റിയും കിട്ടും. അടുത്തത് പോർട്ട് ഡ്യൂസിനെ പറ്റിയാണ് പറയുന്നത്. പോർട്ട് ഡ്യൂസ് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അറ്റ് ലണ്ടൻ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. 2000 എന്ന് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് റുപ്പീസാണെന്ന് ഓർക്കും. ഡയറക്റ്റ് 2000 എന്ന് എടുത്ത് എഴുതാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ഇവിടെയും പൗണ്ടിലാണ് പറഞ്ഞിരിക്കുന്നത് 2000 എന്നുള്ളത്. അപ്പോൾ 2000 ഇൻറ്റു ഓൾറെഡി പറഞ്ഞല്ലോ, ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ 20 വെച്ചാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 2000 ഇൻറ്റു 20 ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് ലണ്ടനിലെ പോർട്ട് ഡ്യൂസായിട്ട് എഴുതേണ്ടത്. അടുത്തതോ അറ്റ് മുംബൈ 2,40,000. അത് റുപ്പീസിൽ തന്നെയാണ്, അത് അങ്ങനെ തന്നെ എടുക്കുക. 2,40,000. ഇനി ഇൻക്ലൂസീവ് ഓഫ് ₹60,000 ഫോർ ദ ഇൻകംപ്ലീറ്റ് വോയേജ്. ഈ 2,40,000 എന്തും ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ ഇൻകംപ്ലീറ്റ് വോയേജ് ഇല്ലേ, ലാസ്റ്റ് ഒരു സിംഗിൾ റൗണ്ട് മുംബൈ ടു ലണ്ടൻ, അതിൻ്റെ 60,000 കൂടെ ചേർത്താണ് ഈ 2,40,000 വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻകംപ്ലീറ്റിൻ്റെ എത്രയാണെന്നുള്ളത് ഡയറക്റ്റ് ഇവിടെ നിന്ന് തന്നെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. വോയേജും പ്രോഗ്രസ്സൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഈ ഡയറക്റ്റ് 60,000 അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി അതിനെ ഡയറക്റ്റ് എടുക്കാവുന്നതുമാണ്. ഇനി അടുത്ത എന്താ എക്സ്പെൻസ് പറഞ്ഞത്? സൺട്രി സ്റ്റോഴ്സ് 60,000. ഇവിടെ 60,000 രൂപയാണ് ടോട്ടൽ ഈ മൊത്തം വോയേജിന് വേണ്ടി. ഈ പർട്ടിക്കുലർ വോയേജ് എത്ര നാളത്തേനാണ് ഏകദേശം ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. 6 monthsലേക്ക്. അപ്പോൾ 6 monthsലേക്ക് 60,000 രൂപയാണ്. അപ്പോൾ 6 monthsലേക്ക് ഒരു 60,000 റുപ്പീസിൻ്റെ സൺട്രി സ്റ്റോഴ്സിൻ്റെ എക്സ്പെൻസ് കൂടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽ ആണ് തന്നേക്കുന്നത്. ഇനി എന്താ അടുത്തത്? ഡ്യൂറിങ് ദ പീരീഡ്. ഈ എന്ന് പറയുന്ന പോയിൻ്റാണ് അടുത്തത്. ഡ്യൂറിങ് ദ പീരീഡ് ദ വെസൽ വാസ് ഇൻ മുംബൈ പോർട്ട് ഫോർ 70 days ആൻഡ് ഇൻ ലണ്ടൻ പോർട്ട് ഫോർ 40 days. അതായത് നമ്മുടെ ഈ ഒരു മൊത്തത്തിലുള്ള വോയേജിൻ്റെ പീരീഡിൽ വെസൽ ഷിപ്പ് മുംബൈ പോർട്ടിൽ 70 days സ്റ്റേ ചെയ്യുന്നുണ്ട്. പോർട്ടിൽ തന്നെ 70 ദിവസവും, മുംബൈ പോർട്ടിൽ 70 days ലണ്ടൻ പോർട്ടിൽ 40 days. അതായത് മീനിങ് എന്താ? ടോട്ടൽ 70 + 40 120 days ഈ ഒരു ഷിപ്പ് എവിടെയായിരുന്നു? അറ്റ് പോർട്ടാണ്. അപ്പോൾ അറ്റ് പോർട്ടിലാണ് 120 days ഈ ഒരു ഷിപ്പ് സ്പെൻഡ് ചെയ്യുന്നതെന്ന് ഓർത്തോളൂ. അപ്പോൾ ടോട്ടൽ ഡേയ്സ് കണ്ടുപിടിച്ചിട്ട് 120 days പോർട്ടിലും ബാക്കി ഡേയ്സ് എവിടെയാണെന്ന് ഓർക്കാം, സെയിലിംഗ് ഡേയ്സുമാണ് അല്ലെ, ഷിപ്പ് ജേർണിയിലാണ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ സെയിലിംഗ് ഡേയ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു ഹിൻഡ് യൂസ് ചെയ്യണം. ലാസ്റ്റ് പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ്? കൺവേർഷൻ റേറ്റ് പെർ £1 കുഡ് ബി അസ്യൂംഡ് അറ്റ് ₹20 എന്നുള്ള പോയിൻറ്റ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമുക്ക് പൗണ്ട് വരുന്ന കേസിലെല്ലാം നമ്മൾ എന്ത് ചെയ്തേക്കണം? റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്ത് 20 കൂടെ ചെയ്തായിരിക്കണം അതിനെ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്ത് എമൗണ്ട് കോളത്തിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ക്വസ്റ്റ്യനിൽ ഏകദേശം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ നോക്കി. ഇനി നമുക്ക് എങ്ങനെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാമെന്നാണ് നമുക്ക് അറിയേണ്ടത്. ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം അറിയേണ്ടത് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ വർക്കിംഗ് നോട്ട് എഴുതി അതിന് വേണ്ട എമൗണ്ടുകൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചിടാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വോയേജ് ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തു പോകാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഓൾറെഡി ഈ നമ്പർ ഓഫ് ഡേയ്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ നിന്ന് നമുക്കതങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഒരു വോയേജിൻ്റെ
ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ് ഈ ഒരു പർട്ടിക്കുലർ വോയേജുമായിട്ട് ബന്ധപ്പെട്ട എത്ര ഡേയ്സ് വരുന്നു എന്ന് കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഫിക്സഡ് ചാർജസ് അല്ലെ സ്റ്റാൻഡിങ് ചാർജസ് എന്നൊക്കെ പറഞ്ഞ് പെർ ഡേയിൽ തന്നിട്ടുണ്ട്. സെയിലിംഗ് പിന്നെ എന്താണ് പോർട്ടിലും സെയിൽ നടത്തുന്ന ഡേയ്സിൻ്റെയും ഒക്കെ ഈ സ്റ്റീവഡോറിങ് ചാർജസ് അല്ലെ എന്താണ് ഫ്യൂവൽ കൺസംഷനും ഒക്കെ സ്റ്റീവഡോറിങ് അല്ല ഫ്യൂവൽ കൺസംഷനും ഒക്കെ നമുക്ക് പെർ ഡേയിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ജേണി എത്ര നാളാണ്, എത്ര ഡേയ്സിലേക്കാണ് എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ നമ്മളോട് പറഞ്ഞാണ് 1 ജൂലൈ മുതൽ 31 ഡിസംബർ വരെയാണ് നമ്മുടെ ഈ ഒരു ജേർണിയുടെ ടൈം പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ഡേയ്സ് വരുമെന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ജൂലൈ എന്നുള്ള മന്തിൽ എത്ര ഡേയ്സ് വരുന്നു? 1 ജൂലൈ മുതലാണ്. അപ്പോൾ 31 ഡേയ്സും വോയേജ് നടക്കുന്നുണ്ട്. അടുത്തത് ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റിലും അതുപോലെ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് 31. നെക്സ്റ്റ് സെപ്റ്റംബറിൽ 30 ഡേയ്സ്. നെക്സ്റ്റ് ഒക്ടോബറിൽ 31 ഡേയ്സ്. നവംബറിൽ 30 ഡേയ്സ്. ലാസ്റ്റ് ഡിസംബറിലും 31 ഡേയ്സ്. ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ഈ ഒരു വോയേജിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണെന്ന് പറയാം. 184 ഡേയ്സ് ആണെന്ന് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ 1 ജൂലൈ മുതൽ ഡിസംബർ 31 വരെ എത്ര ഡേയ്സ് വന്നു എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ 184 ഡേയ്സ് ആണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് എങ്കിൽ നമ്മളോട് ഓൾറെഡി ഇ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ സെക്കൻഡ് ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞിരുന്നു മുംബൈ പോർട്ടിൽ 70 ഡേയ്സും ലണ്ടൻ പോർട്ടിൽ 40 ഡേയ്സും. അതായത് 110 ഡേയ്സ് ഈ 184 ഡേയ്സിലെ 110 ഡേയ്സ് എന്ത് ചെയ്യുവാണ്? 110 ഡേയ്സ് അറ്റ് പോർട്ടിൽ സ്റ്റേ ചെയ്യുവാണ് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കി സെയിലിംഗ് ഡേയ്സ് ആണല്ലോ. ഇപ്പോൾ എത്ര വരും ബാക്കി സെയിലിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് ടോട്ടൽ 110 ഡേയ്സിൽ നിന്ന് അറ്റ് പോർട്ടിൽ സ്റ്റേ ചെയ്യുന്ന ടോട്ടൽ 184 ഡേയ്സിൽ നിന്ന് പോർട്ടിൽ സ്റ്റേ ചെയ്യുന്ന 180 ഡേയ്സ് ലെസ് ചെയ്താൽ ബാക്കിയുള്ള 74 ഡേയ്സ് എന്ന് പറയുന്നതാണ് ഈ 74 ഡേയ്സ് ആണ് സെയിലിംഗ് ഡേയ്സ്. അപ്പോൾ ഈ 74 ഡേയ്സ് എന്ത് ചെയ്യുവാണ്? സെയിലിംഗ് ഡേയ്സ് ആയിട്ട് നമുക്ക് കരുതാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ നിന്ന് ബാക്കി എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി ബാക്കി ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്ന് തന്നെ ക്ലിയർ ആയ ഒരു കാര്യം കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകാം. ഡിസംബർ എന്ന് പറയുന്ന ഒരു മന്താണ് വോയേജ് ഇൻ പ്രോഗ്രസ് എന്ന് അല്ലെ ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞ് അൺഫിനിഷ്ഡ് വോയേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മുംബൈ ടു ലണ്ടൻ എന്ന് പറയുന്ന ഒരു ടൈം പീരീഡ് വരുന്നത്. അതായത് ഡിസംബർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര ഡേയ്സാണ്? 31 ഡേയ്സ്. അപ്പോൾ ഇവിടെ പറയുന്ന പോലെ ഡിസംബർ 31 ഡേയ്സ് ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് 31 ആണ് വോയേജ് ഇൻ പ്രോഗ്രസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതെങ്കിൽ അതിൽ 1 ഡിസംബറിൽ ലോഡിങ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ ആഫ്റ്റർ മിഡ് നൈറ്റ് ഓഫ് 21 ഡിസംബർ ഇതിൽ 21 ഡിസംബർ മിഡ് നൈറ്റ് വരെയും അവരെന്ത് ചെയ്യുവാണ്? ലോഡിങ് നടത്തുവാണ്. അതായത് 21 ഡേയ്സും അപ്പോൾ എന്ത് ചെയ്യുവാണെന്ന് ഓർത്തോണം, പോർട്ടിൽ നിൽക്കുവാണ്, പോർട്ടിൽ സ്റ്റേ ചെയ്യുവാണ്. സോ സ്റ്റേ അറ്റ് പോർട്ടിലുള്ള ഡേയ്സാണ് ഈ 21 ഡേയ്സ്. വോയേജ് ഇൻ പ്രോഗ്രസിൻ്റെ ടോട്ടൽ 31 ഡേയ്സിൽ 21 ഡേയ്സ് അറ്റ് പോർട്ടിലാണെന്നും ബാക്കി 10 ഡേയ്സാണ് എന്ത് ചെയ്യുന്നത്? വോയേജ് ഇൻ പ്രോഗ്രസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സെയിലിംഗ് നടത്തുന്ന ഡേയ്സ് എന്നും ഓർത്തിരിക്കുക. ഇത്രയും ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡേയ്സുമായിട്ട് ബന്ധപ്പെട്ട് കാൽക്കുലേഷനൊക്കെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ പറഞ്ഞത് എന്തിൻ്റെ മാത്രം ഡേയ്സാണ്? വോയേജ് ഇൻ പ്രോഗ്രസ്സിനുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കേണ്ട ഡേയ്സ് മാത്രമാണ്. ടോട്ടൽ വോയേജ് ഇൻ പ്രോഗ്രസ്സിൻ്റെ ഡേയ്സ് 31 ഡേയ്സ്, പോർട്ടിൽ സ്റ്റേ ചെയ്യുന്നത് 21 ഡേയ്സ്, സെയിലിംഗ് ഡേയ്സ് ബാക്കി റിമൈനിങ് 10 ഡേയ്സ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആ ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ആ ഇൻകം സൈഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റംസ് എഴുതാം. അതിനെ ബേസ് ചെയ്തൊക്കെ നമുക്ക് കാൽക്കുലേഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ബൈ ഫ്രൈറ്റ് എത്രയാണ് ഫ്രൈറ്റ് എക്സ്പെൻസ്, ഫ്രൈറ്റ് എന്ന് പറയുന്ന എമൗണ്ടായിട്ട് നമുക്ക് ഇൻകമായിട്ട് കമ്പനിക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റിയത്. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന പോർഷൻ മാത്രം, ഫ്രൈറ്റിൻ്റെ പോർഷൻ മാത്രം നോക്കുക. 20,000 ടൺസ് എന്ത് ചെയ്യുന്നുണ്ട്? 280 റുപ്പീസിനാണ് അവിടെ ലോഡ് ചെയ്തിരിക്കുന്നത്, ഫ്രൈറ്റ് ചാർജ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ ടെക്സ്റ്റൈൽസ് ആയതുകൊണ്ട് 20,000 ടൺസ് ടെക്സ്റ്റൈൽസ്. ഫസ്റ്റ് മുംബൈ ടു ലണ്ടനിലേക്കുള്ള ഫസ്റ്റ് കംപ്ലീറ്റ് വോയേജിൻ്റെ കാര്യമാണ് പറയുന്നത്, ഔട്ട്വേർഡ് ജേർണിയുടെ കാര്യം. 20,000 ടെക്സ്റ്റൈൽസ് അറ്റ് ₹280 പെർ ടൺ എന്ന് പറയുന്നു. 280യുടെ കൂടത്തിൽ തന്നെ നമ്മൾ തൊട്ട് താഴെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു 10% ടെക്സ്റ്റൈൽസിൻ്റെ കേസിൽ മാത്രം സർചാർജൂടെ കളക്ട് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അതുകൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുവാണ്. 280 + 28 308 ആണ് ആ ഒരു കാൽക്കുലേഷനിൽ. 20,000 × 308 ആണ് ചെയ്ത് 61,60,000 എമൗണ്ട് കിട്ടുക. അടുത്ത എന്താണ്? 10,000 ടൺസ് കൊപ്ര അറ്റ് ₹340 പെർ ടൺ. അതവിടെ അതുപോലെ തന്നെ പറയുന്നു. മുംബൈ ടു ലണ്ടനിലേക്കുള്ള അടുത്ത ലോഡിങ് നടത്തുന്ന ഐറ്റം എന്താ? കൊപ്രയാണ്.
പെർ ടണ്ണിന് 340 ആണ്. അതിന് സർചാർജ് ഒന്നുമില്ല, അത് ഡയറക്റ്റ് എടുത്താൽ മതി. 34 ലാക്ക് നമുക്ക് എമൗണ്ട്, ഫ്ലൈറ്റിൻ്റെ എമൗണ്ട് കിട്ടും. ഇനി തൊട്ടടുത്ത എന്താ, ലണ്ടൻ ടു മുംബൈയിലേക്കുള്ള, അതായത് റിട്ടേൺ ജേണിയുടെ 32,000 യൂറിയ അഥവാ ജനറൽ കാർഗോ ലോഡ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ചാർജാണ്, ഫ്ലൈറ്റാണ്. 300 പെർ ടണ്ണാണെന്ന് ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്താണ്, പ്രൈമേജും കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് അൺഫിനിഷ്ഡ് വോയേജ് എന്ന് പറയുന്നുണ്ട്. അതായത് മുംബൈ ടു ലണ്ടനിലേക്കുള്ള ഒരു അൺഫിനിഷ്ഡ് വോയേജ്, വീണ്ടും ജനറൽ കാർഗോ ആണ്. അവിടെ 30,000 ടൺസാണ് ജനറൽ കാർഗോ ലോഡ് ചെയ്തിരിക്കുന്നത്. ആ ലോഡ് ചെയ്തിരിക്കുന്ന ജനറൽ കാർഗോ 240 പറയുകയും അതിനോടൊപ്പം തന്നെ പ്ലസ് 15% പ്രൈമേജ് കൂടെ അല്ലെങ്കിൽ സർചാർജ് കൂടെ പറയുന്നു. അപ്പോൾ 240യുടെ 15% എത്ര വരും? 15% കാണുമ്പോൾ 36, 36 കൂടെ വരും. അപ്പോൾ 240 + 36 ചെയ്യുമ്പോൾ 276 അറ്റ് 276 30,000 കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് 82,80,000 വരുന്നത് ടോട്ടൽ ഫ്ലൈറ്റ്. അതിനകത്ത് ചില കേസിൽ മാത്രം പ്രൈമേജ് അല്ല സർചാർജ് കൂടെ ചേർന്ന എമൗണ്ടാണ് 2,74,40,000 എന്നുള്ള എമൗണ്ട് നമുക്ക് കിട്ടും. വോയേജ് ഇൻ പ്രോഗ്രസ് ഏറ്റവും ലാസ്റ്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ ടോട്ടൽ എഴുതിയിട്ടു. ഇനി എന്താണ്, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനെ ബേസ് ചെയ്തുള്ള എക്സ്പെൻസുകളെല്ലാം ഡെബിറ്റ് ചെയ്യുക. ഫസ്റ്റ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഐറ്റം ഏതാ? സ്റ്റാൻഡിങ് ചാർജസ് നമ്മളോട് ഫസ്റ്റ് തന്നെ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷിപ്പിൻ്റെ ഡെയിലി സ്റ്റാൻഡിങ് ചാർജസ്, ഒരു ദിവസത്തെ ഫിക്സഡ് കോസ്റ്റ് അല്ല സ്റ്റാൻഡിങ് ചാർജസ് 45,000 ആണെന്ന്. നമുക്ക് എത്ര ഡേയ്സ് ഇപ്പോൾ ടോട്ടൽ ഇവിടെ ഈ ഒരു ഷിപ്പിൻ്റെ ഡേയ്സ് വന്നിട്ടുണ്ട്? നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തല്ലോ, 184 ഡേയ്സ് ആണ് നമ്മുടെ ടോട്ടൽ വോയേജിൻ്റെ ഡേയ്സ് എന്ന്. അപ്പോൾ അങ്ങനെയാണ് ഇൻറ്റു 184 ചെയ്താണ് 82,80,000 എമൗണ്ട് വരുന്നത്. അടുത്തത് സ്റ്റീവ് ഡോറിങ് എക്സ്പെൻസ് പറയുന്നത് നമ്മുടെ ക്വസ്റ്റിനെ ബേസ് ചെയ്ത് മാത്രം നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് സ്റ്റീവ് ഡോറിങ് എക്സ്പെൻസ് ഒക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന്. എക്സ്പെൻസിൻ്റെ ഫസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നുണ്ട്, എ എന്ന് പറയുന്ന പോയിന്റിൽ സബ് പോയിന്റിൽ പറയുന്നുണ്ട് മുംബൈയിൽ ജനറൽ കാർഗോയ്ക്ക്, ജനറൽ കാർഗോ എന്ന് പറഞ്ഞാൽ ജനറൽ കാർഗോ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നതും യൂറിയ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നതും എന്താണ്, ജനറൽ കാർഗോ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതുകൊണ്ട് മുംബൈയിൽ ജനറൽ കാർഗോ എന്ന് പറയുന്ന അല്ല യൂറിയ എന്ന് പറഞ്ഞിരിക്കുന്ന ഐറ്റത്തിന് പെർ ടണ്ണിന് 20 ആണ് ചാർജ് ചെയ്യേണ്ടത്. പിന്നെ ടെക്സ്റ്റൈൽസിനും കൊപ്രയ്ക്കും എത്രയാണ് ചാർജ് ചെയ്യേണ്ടത്? 25 പെർ ടണ്ണാണ് ചാർജ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഫ്ലൈറ്റ് ചാർജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന അതേ ഡീറ്റെയിൽ തന്നെ നമുക്ക് സ്റ്റീവ് ഡോറിങ് എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാം. എത്ര ടണ്ണ് ലോഡ് ചെയ്തു എന്നൊക്കെ അവിടെ നിന്നാണല്ലോ ക്ലിയർ ആവുന്നത്. അപ്പം മുംബൈ ടു ലണ്ടൻ ലോഡ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? മുംബൈ ടു ലണ്ടൻ 20,000 ടൺസ് ടെക്സ്റ്റൈൽസും 10,000 ടൺസ് കൊപ്രയുമാണ്. അങ്ങനെ ആ ടെക്സ്റ്റൈൽസിനും കൊപ്രയ്ക്കും സെയിം റേറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ 30,000 ഒരുമിച്ച് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന 30,000 എങ്ങനെ വന്നാണ്? ടെക്സ്റ്റൈൽസിന് 20,000 കൊപ്രയ്ക്ക് 10,000 ചേർത്തുള്ള ടോട്ടൽ 30,000 ആണ് ഇവിടെ. 30,000 ടൺസ് ടെക്സ്റ്റൈൽസ് ആൻഡ് കൊപ്ര എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ടെക്സ്റ്റൈൽസ് ആൻഡ് കൊപ്ര ചേർത്താണ് ടോട്ടൽ 30,000 വന്നിരിക്കുന്നത്. മുംബൈയിൽ നിന്ന് ലോഡ് ചെയ്യുന്നതിന് 25 പെർ ടൺ ആണെന്ന് നമുക്ക് സ്റ്റീവ് ഡോറിങ് എക്സ്പെൻസിൻ്റെ ഹെഡിലും പറയുന്നുണ്ട്. ടെക്സ്റ്റൈൽസിനും കൊപ്രയ്ക്കും 25 ആണ്, ഒരേ ചാർജാണ്. എന്നാൽ ജനറൽ കാർഗോ അല്ലെങ്കിൽ യൂറിയ എന്ന് പറയുന്ന ഐറ്റത്തിന് മാത്രം 20 ചാർജ് ചെയ്താൽ മതി. അതാണ് തൊട്ടടുത്തതിൽ 20 പറയുന്നത്. മുംബൈ ടു ലണ്ടൻ ജനറൽ കാർഗോ അല്ലെ യൂറിയ ലോഡ് ചെയ്തിരിക്കുന്നത് 30,000 ടൺസ് ആണ്. അതിന് എത്രയാണ് ചാർജ് ചെയ്യേണ്ടത്? അല്ല, ഇതെന്താണ് ലോഡ് ചെയ്തിട്ട് ഇത് അൺലോഡിങ് ആണ്. 7,50,000 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത പറയുന്ന അൺലോഡിങ് ആണ്. ലോഡ് ചെയ്യുന്ന യൂറിയ ലോഡ് ചെയ്യുന്ന എത്രയാണ്? 20 അത് തൊട്ടടുത്ത 6,40,000 അകത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഫ്ലൈറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ലോഡ് ചെയ്ത ടൺസ് പറയുന്നുണ്ട്. ഫ്ലൈറ്റ് കാൽക്കുലേറ്റ് ചെയ്ത അതേ ബേസിൽ പിന്നെ എന്ത് ചെയ്യണം? സ്റ്റീവ് ഡോറിങ് എക്സ്പെൻസ് എത്രയാണോ ഓരോ കേസിലും പറഞ്ഞത്. ടെക്സ്റ്റൈൽസ് ആൻഡ് കൊപ്രയ്ക്ക് ലോഡിങ്ങിന് എത്രയാണ് ചാർജ് ചെയ്യുന്നത്? സ്റ്റീവ് ഡോറിങ് ചാർജസ് എത്രയാണ്? 25 ആണ്. മുംബൈയിൽ ജനറൽ കാർഗോയ്ക്ക് മുംബൈയിൽ 20 ആണ് ചാർജ് ചെയ്യുന്നത്. ഇനി ലണ്ടനിലോ അത് ലോഡിംഗ് ആണെങ്കിലും അൺലോഡിംഗ് ആണെങ്കിലും 1 പൗണ്ടാണ് പെർ ടണ്ണിന് ചാർജ് ചെയ്യുന്നത്. അതായത് റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്താൽ 20 രൂപയ്ക്കാണ് അവർ ലോഡിങ്ങും അൺലോഡിങ്ങും എല്ലാം എവിടെ കണ്ടക്ട് ചെയ്യുന്നത്? ലണ്ടനിൽ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റീവ് ഡോറിങ് എക്സ്പെൻസ് ഈ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിലിനെ ബേസ് ചെയ്ത് കണ്ടുപിടിക്കുന്നതേ ഉള്ളൂ. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഈ 7,50,000 ലോഡിങ്ങിൻ്റെ ചാർജായിട്ട് വരും. ലോഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ടെക്സ്റ്റൈൽസും കൊപ്രയും മുംബൈയിൽ നിന്ന് ലോഡ് ചെയ്തതിൻ്റെ 20,000 + 10,000 30,000 ഇൻറ്റു 25 വന്നിരുന്നതാണ് 7,50,000. അടുത്തതോ അൺലോഡിങ്ങിൻ്റെ ആണ്. 30,000 ടൺസ് ഇപ്പം ലോഡ് ചെയ്ത ആ 30,000 എവിടെ കൊണ്ട് അൺലോഡ് ചെയ്തു? മുംബൈ ടു ലണ്ടൻ അല്ലേ. അപ്പോൾ ലണ്ടനിൽ കൊണ്ട് അൺലോഡ് ചെയ്തു. ലണ്ടനിൽ കൊണ്ട് അൺലോഡ് ചെയ്യുമ്പോൾ അവിടെ കൊടുക്കണ്ടേ? ലണ്ടനിലൊരു യൂണിഫോം റേറ്റ് 20 രൂപ. അപ്പോൾ 6 ലാക്ക് കിട്ടി. അടുത്തത് എന്താ? വീണ്ടും ലോഡ് ചെയ്യുന്നു. യൂറിയ ആണ് ലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജനറൽ കാർഗോ എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് ലോഡ് ചെയ്യുന്നത്. അത് 32,000 ആണ് ലോഡ് ചെയ്തേക്കുന്നത്. അതിന് പെർ ടണ്ണിന് 20 ആണ് ചാർജ് ചെയ്യുന്നത്. 25 ടെക്സ്റ്റൈൽസിനും കൊപ്രയ്ക്ക് മാത്രമാണ്. യൂറിയയ്ക്ക് അല്ലെങ്കിൽ ജനറൽ കാർഗോയ്ക്ക് 20 രൂപയാണ്. അങ്ങനെയാണ് 6,40,000 വന്നത്. ഇനി അടുത്തതോ അൺലോഡിങ്ങിൻ്റെ കാര്യമാണ്. അടുത്ത 6,40,000 അതെന്ത് ചെയ്തു? ഇതേ കാര്യം ഈ യൂറിയ ലോഡ് ചെയ്ത
ലണ്ടനിൽ ലോഡ് ചെയ്ത യൂറിയ എന്ത് ചെയ്യേണ്ടതാണ്? അൺലോഡ് ചെയ്യണം മുംബൈയിൽ, അല്ലേ? അപ്പോൾ മുംബൈയിൽ അൺലോഡ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് 6,40,000 വീണ്ടും ഉണ്ടാവുന്നത്, വീണ്ടും ഇൻകർ ചെയ്യുന്നത്. ഇനി അടുത്തതോ ലാസ്റ്റ് സിംഗിൾ ലോഡിങ് നടക്കുന്നുണ്ടല്ലോ, സിംഗിൾ വേയുടെ ലോഡിങ് നടക്കുന്നുണ്ടല്ലോ, മുംബൈ ടു ലണ്ടൻ ലാസ്റ്റ് ഇൻകംപ്ലീറ്റ് വോയേജ് ഉണ്ടല്ലോ, അതിൻ്റെ മാത്രമാണ്, ആ ഇൻകംപ്ലീറ്റ് വോയേജിൻ്റെ മാത്രമാണ് ഈ 6 lakh വരിക. 30,000 ടൺസ് ജനറൽ കാർഗോ ലോഡ് ചെയ്തു, അതിന് 20 per ടണ്ണാണ് മുംബൈയിൽ ചാർജ് ചെയ്യുന്നത്. സോ 6 lakh rupeesൻ്റെ ലോഡിങ് നടക്കും. എന്നാൽ ഇതിൻ്റെ അൺലോഡിങ്ങിൻ്റെ എമൗണ്ട് എന്തുകൊണ്ട് വരുന്നില്ല? കാരണം അൺലോഡിങ് നടക്കുന്നില്ല, ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്താണ്, ലോഡിങ്ങും അൺലോഡിങ്ങും എല്ലാം എൻട്രി ചെയ്യുമ്പോൾ ഇൻകംപ്ലീറ്റ് വോയേജിൻ്റെ മാത്രം എന്താണ് അൺലോഡിങ് എൻട്രി ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. കാരണം നമുക്ക് അതുമായിട്ട് റിലേറ്റഡായിട്ട് ഇവിടെ അൺലോഡിങ് നടക്കുന്നില്ല. ഇൻകംപ്ലീറ്റ് വോയേജിൻ്റെയാണ് എന്ത് വരുന്നത്, ഒരു 6 lakh മാത്രം ലോഡിങ്ങിൻ്റെ മാത്രം ചാർജ് വരും. അത് തീർച്ചയായിട്ടും വോയേജ് ഇൻ പ്രോഗ്രസിൻ്റെ കാൽക്കുലേഷനിലോട്ട് ഈ ഒരു എമൗണ്ട് പോവുകയും ചെയ്യും. വേറെ എമൗണ്ടുകളും വരും, എക്സ്പെൻസ് സൈഡിൽ നിന്ന് ഈ ഒരു എമൗണ്ട് ഡയറക്റ്റ്ലി അങ്ങോട്ട് വരികയും ചെയ്യുമെന്ന് ഓർത്തിരിക്കുക. അടുത്തത് എന്താണ്, ഫ്യൂവൽ കൺസംഷനാണ്. ഫ്യൂവൽ കൺസംഷന് നമുക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു വർക്കിംഗ് നോട്ട് എഴുതി കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ ഓൾറെഡി വർക്കിംഗ് നോട്ട് പറഞ്ഞിരിക്കുന്നത് വെച്ചും കാൽക്കുലേറ്റ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടാണ്. നമുക്ക് നേരത്തെയൊക്കെ നമ്മൾ ഫ്യൂവലിൻ്റെയൊക്കെ കേസിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിൻ്റെ ഹെഡ് വൈസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. ആ ഒരു രീതിയിൽ കണ്ടുപിടിച്ചാലും മതി. അതായത് ഇവിടെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. ഫ്യൂവൽ കൺസംഷൻ എങ്ങനെ ചെയ്യാം? ഓൺ സെയിലിംഗ് ഡേയ്സ്. സെയിലിംഗ് ഡേയ്സ് എത്ര ഡേയ്സ് ഉണ്ട് നിങ്ങൾക്കറിയാം, 74 days ആണ് സെയിലിംഗ് ഡേയ്സ് എന്ന്, അല്ലേ? അപ്പോൾ പെർ ഡേ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഇൻറ്റു 74 കൂടെ ചെയ്താൽ നമുക്ക് 74 ദിവസത്തേനുള്ള 74 ഡേയ്സിലേക്കുള്ള ടോട്ടൽ സെയിലിംഗ് ഡേയ്സിലേക്കുള്ള ഫ്യൂവൽ കൺസംഷൻ എമൗണ്ട് കിട്ടും. അപ്പോൾ നമുക്ക് പെർ ഡേ ചാർജ് അല്ലേ ആദ്യം വേണ്ടത്. അപ്പോൾ പെർ ഡേ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്, 30 tons ഓഫ് ഫ്യൂവൽ ഓയിൽ പെർ ഡേ. അപ്പോൾ ഫ്യൂവൽ ഓയിലിന് പെർ ഡേയിൽ എത്രയാണ് കോസ്റ്റ് വരുന്നതെന്നും താഴെ പറയുന്നുണ്ട്, അല്ലേ? ഫ്യൂവൽ ഓയിലിന് പെർ ടണ്ണിന് 1,400 ഡീസലിന് 2,500 അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കണ്ടുപിടിക്കാമല്ലോ. 30,000 ഇൻറ്റു സെയിലിംഗ് ഡേയ്സിലെയാണ് 30,000 ഇൻറ്റു ഫ്യൂവൽ ഓയിലിന് എത്രയാണ് വരുന്നത്, 1,400. എത്ര വന്നു? 42,000. നമ്മൾ മുമ്പേ പറഞ്ഞതാണ് 42,000 ആണ് സെയിലിംഗ് ഡേയ്സിൽ മാത്രം ഫ്യൂവൽ ഓയിലിന് പെർ ഡേയിൽ വരുന്നത്. അതേപോലെയോ ഡീസലിൻ്റെ കേസ് പറയത്തില്ലേ, 5 ഇൻറ്റു ഡീസലിൻ്റെ എമൗണ്ട് എത്രയാണ്, 5 ഇൻറ്റു 2,500 ആണ് പെർ ടണ്ണിന് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ പെർ ഡേയിൽ എത്ര വരും? 5 ഇൻറ്റു 2,500 ചെയ്യുമ്പോൾ 12,500 12,500 രൂപ വരും. ഇത് പെർ ഡേയിലാണ്. അപ്പം ഇവിടെ എന്ത് പറഞ്ഞു, ഫ്യൂവൽ ഓയിലിന് 42,000 വരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ ഡീസലിന് 12,500 പെർ ഡേയിൽ വരുന്നു. ഏത് ഡേയ്സിൽ മാത്രം? സെയിലിംഗ് ഡേയ്സിൽ മാത്രം. അപ്പോൾ സെയിലിംഗ് ഡേയ്സിൽ മാത്രം ടോട്ടൽ ഇപ്പോൾ എത്ര വരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ പറഞ്ഞ എമൗണ്ടുകൾ ഒന്നും കൂടെ ഓർത്തിരിക്കുക. എന്തൊക്കെയാണ് പറഞ്ഞത്? ഫ്യൂവൽ ഓയിലിന് മാത്രം ഒരു 42,000, ഫ്യൂവൽ ഓയിലിൻ്റെ 42,000 പെർ ഡേ ആണ്. പെർ ഡേ ഏത് ഡേയ്സ് ആണ്? സെയിലിംഗ് ഡേയ്സ്. പെർ ഡേ സെയിലിംഗ് നടത്തുന്ന ടൈമിലെ എക്സ്പെൻസ് ആണ്. 42,000 ഏതിനാണ് വരുന്നത്? ഫ്യൂവൽ ഓയിലിന് 42,000, ഡീസലിനോ 12,500. ടോട്ടൽ എത്ര വന്നു? ടോട്ടൽ 54,500 ആണ് പെർ ഡേയിൽ സെയിലിംഗ് ഡേയ്സിൽ വരുന്ന ഫ്യൂവൽ കൺസംഷൻ്റെ എമൗണ്ട്, അല്ലേ? 44,500 പെർ ഡേയിലാണ്. ഇനി പറഞ്ഞ സെയിലിംഗ് ഡേയ്സ് എത്രയുണ്ട്, എത്ര ഡേയ്സാണ് സെയിലിംഗ് നടത്തുന്നത്? ടോട്ടൽ 74 ഡേയ്സ് സെയിലിംഗ് ഡേയ്സ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 184-ൽ 110 ഡേയ്സും പോർട്ടിൽ സ്റ്റേ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻറ്റു ഇതിനെ എന്ത് ചെയ്താൽ മതി? 74 കൊണ്ട് ഇൻറ്റു ചെയ്താൽ പോരെ? പെർ ഡേയിലാണ് 54,500 എങ്കിൽ 74 ഡേയ്സുമായിട്ട് കൺവേർട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ടോട്ടൽ ഫ്യൂവൽ കൺസംഷൻ സെയിലിംഗ് ഡേയ്സിലേത് കിട്ടും, അല്ലേ? അങ്ങനെ ടോട്ടൽ ഫ്യൂവൽ കൺസംഷൻ 74 ഡേയ്സ് വെച്ച് ഇൻറ്റു ചെയ്താൽ ടോട്ടൽ കിട്ടും. ഇനി വോയേജ് ഇൻ പ്രോഗ്രസിൻ്റെ മാത്രം കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇത് പെർ ഡേയുടെ അല്ലേ? പെർ ഡേയിൽ 54,500 ആണെങ്കിൽ വോയേജ് ഇൻ പ്രോഗ്രസ്സിൽ എത്ര ദിവസമാണ് സെയിലിംഗ് ഡേയ്സ്? സെയിലിംഗ് കണ്ടക്ട് ചെയ്യുന്ന ഡേയ്സ് എത്രയാണ്? 10 ഡേയ്സ് ആണ്, അല്ലേ? അപ്പോൾ ഇൻറ്റു 10 ചെയ്താൽ വോയേജ് ഇൻ പ്രോഗ്രസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്യൂവൽ കൺസംഷൻ സെയിലിംഗ് ഡേയ്സിലേതും കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഇൻ പോർട്ടിലേതും കണ്ടുപിടിക്കത്തില്ലേ? ഓൺ ഡേയ്സ് ഇൻ പോർട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഡേയ്സ് ഇൻ പോർട്ടിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്, അതിൻ്റെ കൺസംഷൻ റേറ്റ് മാറിയെന്നല്ലേ ഉള്ളൂ. 10 tons ഫ്യൂവൽ ഓയിൽ യൂസ് ചെയ്യുന്നു, 5 tons ഡീസൽ യൂസ് ചെയ്യുന്നു. എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ 10 tons എന്ന് പറഞ്ഞാൽ 10 tons ഫ്യൂവൽ ഓയിൽ യൂസ് ചെയ്യുന്നു. ഫ്യൂവൽ ഓയിൽ എത്രയാണ്? 1,400. അപ്പോൾ എത്ര വരും? 14,000, 14,000. ഇനി അടുത്തതോ ഡീസൽ എത്രയാണ്? 5 tons ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 5 tons പെർ ടണ്ണിന് 2,500. അപ്പോൾ എത്ര വന്നു? 12,500. മുമ്പത്തെ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. 12,500 14,000 കൂടെ ആഡ് ചെയ്യുമ്പോൾ പെർ ഡേയിൽ എത്ര വരുമെന്നുള്ളത് കിട്ടും. എത്ര വരും പെർ ഡേയിൽ? 26,000
500 കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യം കൂടെ പെർ ഡേയിലെ ഫ്യൂൽ ഓയിലിൻ്റേതും പിന്നെ ഏതാ ഡീസലിൻ്റേതും കൂടെ ആഡ് ചെയ്തേ ഉള്ളൂ. 26,500 ആണ്. ഏത് ടൈമിൽ? ഇൻ പോർട്ടിൽ സ്റ്റേ ചെയ്യുന്ന സമയത്ത് പെർ ഡേയിലെ കോസ്റ്റ്. ഇനി ഇതിനെ എന്ത് ചെയ്യണം? ടോട്ടൽ പോർട്ടിൽ സ്റ്റേ ചെയ്യുന്ന ഡേയ്സ് എത്രയാണ്? മൊത്തം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 120 ഡേയ്സ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ ടോട്ടൽ വോയേജിൻ്റേത് കിട്ടും. ഇനി ഈ 26,500നെ 110 ഡേയ്സിന് പകരം വോയേജ് ഇൻ പ്രോഗ്രസിൻ്റെ മാത്രം ഡേയ്സ് കണ്ടുപിടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ 21 ഡേയ്സ് കൊണ്ട് ഇൻറ്റു ചെയ്യാൻ പറ്റും. അപ്പോൾ പെർ ഡേ കണ്ടുപിടിച്ചാൽ അങ്ങനെ നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം? വോയേജ് ഇൻ പ്രോഗ്രസിൻ്റെ വേണമെങ്കിലും കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ടോട്ടൽ വോയേജിൻ്റെ വേണമെങ്കിലും ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഡീറ്റെയിൽ എല്ലാം തന്നിട്ടുണ്ട്. സിമ്പിളായിട്ട് വർക്കിംഗ് നോട്ട് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. ഇനി പോർട്ട് ഡ്യൂസ് എന്ന് പറയുന്നതും സിമ്പിളായിട്ട് കണ്ടുപിടിച്ച് പോകുന്നതേ ഉള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പോർട്ട് ഡ്യൂസ് ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന പൗണ്ടിലാണ്. അതുകൊണ്ട് 20,000 അല്ല 2000 ഇൻറ്റു 20 ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി മുംബൈയിലെ കേസോ? മുംബൈയിൽ ടോട്ടൽ 2,40,000 ആണ്. അതിൽ 60,000 ഇൻകംപ്ലീറ്റ് ആണെന്ന് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ തന്നതുകൊണ്ട് വോയേജ് ഇൻ പ്രോഗ്രസ് വരുന്ന കേസിൽ ഡയറക്റ്റായിട്ട് ഇവിടുത്തെ ഈ ഒരു 60,000നെ നമുക്ക് അവിടെ ഇട്ട് എടുക്കാനായിട്ടൊക്കെ പറ്റും. ബാക്കിയൊക്കെ സെയിം ആയിട്ട് നമുക്ക് കണ്ടുപിടിച്ച് പോകുന്നേ ഉള്ളൂ. സൺട്രി സ്റ്റോഴ്സ് 60,000 6 മന്ത്സിലേക്കാണല്ലോ. നമ്മുടെ ഇവിടെ വോയേജ് ഇൻ പ്രോഗ്രസ് വരുന്ന ടൈം ഏതാ? വോയേജ് ഇൻ പ്രോഗ്രസ് 1 മന്ത് അല്ലേ. അപ്പം 1/6 ചെയ്താൽ ടൈം ബേസിസിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ 60,000നെ കൺവേർട്ട് ചെയ്ത് 10,000 എന്നുള്ളതിനെ എങ്ങോട്ട് എടുക്കാനായിട്ട് പറ്റും? നമ്മുടെ വോയേജ് ഇൻ പ്രോഗ്രസിൻ്റെ കാൽക്കുലേഷനിൽ സൺട്രി സ്റ്റോഴ്സിൻ്റെ കൺവേർഷനായിട്ട് കാൽക്കുലേഷന് വേണ്ടി എടുക്കാനായിട്ട് പറ്റും. 60,000 എവിടെ നമ്മൾ എടുക്കും? 60,000 6 മാസത്തിനുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ വോയേജ് 6 മന്ത്സ് അല്ലേ നമ്മുടെ ടോട്ടൽ വോയേജ്. അങ്ങനെ ടോട്ടൽ വോയേജിലേക്കുള്ളതാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും ഡെബിറ്റ് സൈഡിൽ എടുക്കും. എന്നാൽ വോയേജ് ഇൻ പ്രോഗ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര മതി? 1 മന്തിലേത് മാത്രം മതി അല്ലേ. അപ്പോൾ ടൈം ബേസിസിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അവിടെ നമുക്ക് ഇൻറ്റു 1/6 ചെയ്ത് സൺട്രി സ്റ്റോഴ്സിനെ കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ നമ്മൾ ഏകദേശം ക്വസ്റ്റ്യനിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ അതിനെ കാൽക്കുലേഷൻസ് ചെയ്ത് അങ്ങോട്ട് പ്രസൻറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. സ്റ്റാൻഡിങ് ചാർജസ് ഓൾറെഡി പറഞ്ഞല്ലോ. സ്റ്റീഡോറിങ് എക്സ്പെൻസ് നമ്മുടെ ക്വസ്റ്റിനെ ബേസ് ചെയ്ത് നമ്മൾ പറഞ്ഞു. ഫ്യൂൽ കൺസംഷൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞാണ്. പോർട്ട് ഡ്യൂസിൻ്റെ കേസിൽ ഇൻറ്റു 20 ചെയ്യുന്നതുകൊണ്ട് അവിടെ പൗണ്ടിൽ പറഞ്ഞിരിക്കുന്നതിനെ മാത്രം അങ്ങനെ ചെയ്യുന്നു. ബാക്കി ടോട്ടൽ എമൗണ്ട് ഒക്കെ നമുക്ക് തന്നിരിക്കുന്നതിനെ മാത്രം ബേസ് ചെയ്ത് എഴുതുന്നു. 2,40,000 എന്തും ഇൻക്ലൂഡഡ് ആണ്. 60,000 വോയേജ് ഇൻ പ്രോഗ്രസിൻ്റേത് ഇൻക്ലൂഡഡ് ആണ്. ആ 60,000 ഒക്കെ ഈ വോയേജ് ഇൻ പ്രോഗ്രസ്സിലോട്ട് പോകും. അടുത്ത സൺട്രി സ്റ്റോഴ്സ് ടോട്ടൽ 60,000 ആണ്. അതിൽ നിന്നൊരു 10,000 വോയേജ് ഇൻ പ്രോഗ്രസ്സിലോട്ട് പോകും. ബാക്കി ഈ മുകളിലുള്ളതിൻ്റെ ഒക്കെ ആ ഒരു പോർഷൻ അങ്ങോട്ട് പോകും. വോയേജ് ഇൻ പ്രോഗ്രസിൻ്റെ മാത്രം റിലേറ്റഡ് ആയിട്ടുള്ള എമൗണ്ടുകൾ. ഫ്രൈറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ആദ്യം തന്നെ പറഞ്ഞിരുന്നു. പിന്നെ എന്താണ് പ്രൈമേജ് ഒക്കെ വേണ്ടിയെടുത്ത് മാത്രം എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ ഇടയിൽ തന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് എഴുതുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഫ്രൈറ്റ് പ്ലസ് പ്രൈമേജ് ആണ്. സർചാർജ് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽ ആണ് നമുക്കിവിടെ എല്ലാം തന്നിരിക്കുന്നത്. ഇനി നമുക്ക് വോയേജ് ഇൻ പ്രോഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ഒരു എമൗണ്ടുകൾ ഏതാ? ഈ ഒരു എമൗണ്ട് മാത്രമാണ് അല്ലേ. 82,80,000 എന്ന് പറയുന്നത് ആ ഫ്രൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? ഡയറക്റ്റ് ഡെബിറ്റ് സൈഡിലോട്ട് അവിടെ കുറയ്ക്കുന്നതിന് പകരം ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യേണ്ടതാണ്. കാരണം ആ ഒരു കാര്യം മാത്രമാണ് ഇൻകംപ്ലീറ്റ് വോയേജ്. 30,000 ടൺസിൻ്റെ ജനറൽ കാർഗോ ആണ്. 276 വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട് ആണ് നമ്മളിവിടോട്ട് എന്ത് ചെയ്യുന്നത്? അവിടെ കുറച്ച് കാണിക്കുന്നതിന് പകരം ഇൻകംപ്ലീറ്റ് അല്ലേ, നമുക്ക് ഫ്ലൈറ്റ് കിട്ടിയിട്ടില്ല, നമുക്ക് കംപ്ലീറ്റ് ആയ വോയേജിൻ്റെ മാത്രം കാണിച്ചാൽ മതിയല്ലോ. അപ്പോൾ കംപ്ലീറ്റ് അല്ലാത്തതുകൊണ്ട് ഈ ഫ്ലൈറ്റ് ഇപ്പോഴേ കാണിക്കുന്നില്ല. അത് കുറച്ച് കാണിക്കുന്നതിന് പകരം ഡെബിറ്റിലോട്ട് കൊണ്ടുവന്ന് എഴുതി. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ എന്താണ് ഈ ഡെബിറ്റ് സൈഡിൽ എഴുതിയിട്ടിരിക്കുന്ന എല്ലാ എക്സ്പെൻസിൽ നിന്നും എന്താണ് പ്രൊപ്പോർഷൻ അനുസരിച്ച് വോയേജ് ഇൻ പ്രോഗ്രസ്സിലോട്ട് മാറ്റി ക്രെഡിറ്റ് സൈഡിലും എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു വോയേജ് ഇൻ പ്രോഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട കാൽക്കുലേഷൻസ് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ പറഞ്ഞ അതേ രീതിയിൽ നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. ഫ്യൂൽ കൺസംഷൻ നമ്മൾ മുന്നേ പറഞ്ഞ രീതിയിലാണ് കാണുന്നതെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് കാണാൻ പറ്റും. എന്താണ് നമ്മൾ മുന്നേ പറഞ്ഞ ബേസിൽ എങ്ങനെ കാണാൻ പറ്റും? പെർ ഡേയുടെ കണ്ടുപിടിച്ചെങ്കിൽ പെർ ഡേ എങ്ങനെയായിരുന്നു വന്നത്? 54,500. 54,500 നമുക്ക് ഒരു കേസിൽ വന്നില്ല. ഏത് കേസിലാണ്? സെയിലിംഗ് ഡേയ്സിൻ്റെ കേസിൽ. അപ്പോൾ സെയിലിംഗ് ഡേയ്സ് ഇവിടെ 10 ഡേയ്സ് അല്ലേ. അപ്പോൾ 54,500 ഇൻറ്റു പറഞ്ഞുതരാം. 54,500 ഇൻറ്റു 54,500 ഇൻറ്റു 10 ചെയ്യുമ്പോൾ നമുക്ക് സെയിലിംഗ് ഡേയ്സിലേത് കിട്ടും അല്ലേ. 10 ഡേയ്സ് ആണ് സെയിലിംഗ് ഡേയ്സ് വോയേജ് ഇൻ പ്രോഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ സെയിലിംഗ് ഡേയ്സിൽ മാത്രം ഫ്യൂൽ കൺസംഷൻ എത്ര വരും? 5,45,000 ഈ ഒരു കേസിൽ തന്നെ കിട്ടും. 5,45,000. അടുത്തതോ? അടുത്ത എമൗണ്ടും അതുപോലെ പെർ ഡേയുടെ എമൗണ്ട് എത്രയായിരുന്നു മുന്നേ പറഞ്ഞത്? 26,500 ആണ് പോർട്ടിൽ സ്റ്റേ ചെയ്യുമ്പോൾ വരുന്നത്. എത്രയാണ്? 26,500 ആണ് പോർട്ടിൽ സ്റ്റേ ചെയ്യുമ്പോൾ വരുന്നത്. വോയേജ് ഇൻ പ്രോഗ്രസ്സിൽ പോർട്ടിൽ സ്റ്റേ ചെയ്യുന്ന ദിവസങ്ങൾ എത്രയാണ്? 21 ഡേയ്സ് അല്ലേ. അപ്പോൾ 26,500 ഇൻറ്റു 21 ചെയ്യുമ്പോൾ നമുക്ക് എത്ര എമൗണ്ട് കിട്ടും? 5,56,500 കിട്ടും. 5,56,500. അപ്പോൾ ഈ 5,56,500ഉം നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു എമൗണ്ടും ഓൾറെഡി
എന്താണ് 10 ഡേയ്സ് സെയിലിംഗ് ഡേയ്സിൻ്റേതും കൂടെ ടോട്ടൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വോയേജ് ഇൻ പ്രോഗ്രസിൻ്റെ മാത്രം ഫ്യൂവൽ കൺസംഷൻ എത്രയാണെന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ ഈ ഒരു എമൗണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് കിട്ടും? 11 lakh നമുക്ക് ഈ പറഞ്ഞ ഇവിടെയുള്ള അതേ എമൗണ്ട് തന്നെ കിട്ടും. എങ്ങനെ വേണേലും കാണാൻ ഒരു തെറ്റുമില്ല. നമുക്ക് ഈ പറയുന്ന മോളിൽ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ പെർ ഡേയുടെ ആണ് നിങ്ങൾ മുമ്പേ കണ്ടുപിടിച്ച് ടോട്ടൽ വോയേജിൻ്റെ കേസിൽ കണ്ടുപിടിച്ചിട്ടതെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഡയറക്റ്റായിട്ട് ഇവിടെ വോയേജ് ഇൻ പ്രോഗ്രസിൻ്റെ ഫ്യൂവൽ കൺസംഷൻ കണ്ടുപിടിക്കാം. അതായത് 5,45,000 പ്ലസ് 5,56,500 ചെയ്യുമ്പോൾ കിട്ടുന്ന 11,01,500 നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എല്ലാം സെയിം ആണല്ലോ. അടുത്ത സ്റ്റീവഡോറിംഗ് ചാർജസ് ഓൾറെഡി പറഞ്ഞല്ലോ. സ്റ്റീവഡോറിംഗ് ചാർജസിൽ ഒരു 60,000 എന്താണ് ലാസ്റ്റ് ലോഡിംഗ് ആൻഡ് അൺലോഡിങ്ങിന് ഇൻകംപ്ലീറ്റ് വോയേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വോയേജ് ഇൻ പ്രോഗ്രസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഏതാ 30,000 ടൺസ് ₹20 per ടണ്ണ് മാത്രമാണ്. അതിങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് എടുത്താൽ മാത്രം മതി. പിന്നെ പോർട്ട് ചാർജസ് അവിടെ തന്നെ പറഞ്ഞിരുന്നതിൽ പോർട്ട് ചാർജസ് ഇൻക്ലൂസീവായിട്ട് ഒരു 60,000 പറഞ്ഞിരുന്നല്ലോ. അത് 6 lakhും 60,000 ഒക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതൊക്കെ എടുക്കാവുന്നതാണ്. നമ്മുടെ ക്വസ്റ്റിനിൽ തന്നെ ഡയറക്റ്റ് തന്നിട്ടുള്ളതാണ് പോർട്ട് ചാർജിൻ്റെ കേസ്. സ്റ്റാൻഡിങ് ചാർജസ് പെർ ഡേയിൽ 45,000 ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ പെർ ഡേയിൽ 45,000 ആണെങ്കിൽ വോയേജ് ഇൻ പ്രോഗ്രസിൻ്റെ മാത്രം ഡേയ്സ് എത്രയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞത് 31 days ആണ് വോയേജ് ഇൻ പ്രോഗ്രസ്സിലുള്ളത്. അതിൽ 10 days സെയിലിങ്ങും അതിൽ 21 days പോർട്ട് ഡേയ്സുമാണെന്നാണ്, പോർട്ടിൽ സ്റ്റേ ചെയ്യുന്ന ദിവസമാണെന്ന് ഓൾറെഡി പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ 45,000ൻ്റെ കേസിലെ 31 days അല്ലെങ്കിൽ വോയേജ് ഇൻ പ്രോഗ്രസിൻ്റെ ടോട്ടൽ ഡേയ്സുമായിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് എഴുതി 13,95,000 കണ്ടുപിടിച്ചു എന്നേ ഉള്ളൂ. അടുത്ത സൺട്രി സ്റ്റോഴ്സ് മൊത്തം 6 മാസത്തേനാണ് നമുക്ക് 60,000 തന്നത്. നമുക്ക് 1 month മാത്രമാണ് വോയേജ് ഇൻ പ്രോഗ്രസ്. അതുകൊണ്ട് 1/6 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടൈം ബേസിസിൽ 60,000നെ 1/6 ടൈം ബേസിൽ കൺവേർട്ട് ചെയ്താൽ എന്തും കിട്ടും? 10,000 എന്നുള്ള സൺട്രി സ്റ്റോഴ്സിൻ്റെ വോയേജ് ഇൻ പ്രോഗ്രസ്സിലേക്ക് എടുക്കേണ്ട എമൗണ്ടും കിട്ടും. അങ്ങനെ ടോട്ടൽ എന്ത് ചെയ്തു? 31,66,500 എന്നുള്ളതാണ് നമ്മുടെ വോയേജ് ഇൻ പ്രോഗ്രസിൻ്റെ ടോട്ടൽ എമൗണ്ട്. അതായത് എക്സ്പെൻസ് സൈഡിൽ നിന്ന് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ക്ലിയർ ആയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു എമൗണ്ടിനെ മാത്രം ഡെബിറ്റ് സൈഡിൽ കുറച്ച് കാണിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? ആ എമൗണ്ടിനെ ക്രെഡിറ്റ് സൈഡിലോട്ട് എൻ്റർ ചെയ്തു. എന്നിട്ട് ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മുടെ ഈ ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്തു. അപ്പോൾ വോയേജ് ഇൻ പ്രോഗ്രസ് ഫ്രൈറ്റിൻ്റെ അല്ലെങ്കിൽ ഫ്രൈറ്റ് പ്ലസ് പ്രൈമേജിൻ്റെ ഇൻകം സൈഡിൽ നിന്ന് ഡെബിറ്റ് സൈഡിലേക്കും എക്സ്പെൻസിൻ്റെ മൊത്തത്തിൽ വരുന്ന എമൗണ്ടിൻ്റെ ഒരു സെപ്പറേറ്റ് കാൽക്കുലേഷൻ ചെയ്ത് വോയേജ് ഇൻ പ്രോഗ്രസിൻ്റെ എമൗണ്ടിനെ ക്രെഡിറ്റിലേക്കും എൻ്റർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? ഏറ്റവും ലാസ്റ്റിൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഏതൊരു പ്രോഫിറ്റ് ഓർ ലോസ് കിട്ടും. ഇവിടെ അക്കൗണ്ടിൽ കമ്പനിക്ക് പ്രോഫിറ്റ് ആണെന്ന് കിട്ടും. ഈ ഒരു പർട്ടിക്കുലർ വോയേജുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കമ്പനി ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 35,28,500 ആണ്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് വർക്കിംഗ് നോട്ട് എഴുതി ചെയ്യുന്നതിലൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.